ഹായ് ഓൾ, വെൽക്കം ടു ബ്രെയിൻ ബൂസ്റ്റേഴ്സ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഗണിതം മാതൃകാ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം ചിത്രത്തിൽ തന്നിരിക്കുന്ന പ്രസ്താവനകളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം നമുക്ക് പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചിത്രത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകളാണ് ചുവടെയുള്ളത്. 1. വൃത്തത്തിൻ്റെ 5/2 ഭാഗമാണ് ഷേഡ് ചെയ്തിരിക്കുന്നത്. 2. വൃത്തത്തിൻ്റെ 1/3 ഭാഗമാണ് ഷേഡ് ചെയ്തിരിക്കുന്നത്. 3. വൃത്തത്തിൻ്റെ 10/2 ഭാഗമാണ് ഷേഡ് ചെയ്തിരിക്കുന്നത്. 4. വൃത്തത്തിൻ്റെ 10/4 ഭാഗമാണ് ഷേഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഷേഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 144 ഡിഗ്രിയാണ്. ഷേഡ് ചെയ്തിരിക്കുന്നത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് നോക്കാം. ഷേഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഡിവൈഡഡ് ബൈ വൃത്തത്തിൻ്റെ ആകെ ഡിഗ്രി 144 ഭാഗം 360 വരും. രണ്ട് സംഖ്യയിൽ നിന്നും പൊതുവായി 12 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 12 ഭാഗം 30 എന്ന് കിട്ടും. വീണ്ടും 3 എന്ന സംഖ്യയെ പൊതുവായി എടുത്തു കഴിഞ്ഞാൽ 4 ഭാഗം 10 എന്നും 2നെ വീണ്ടും പൊതുവായി എടുത്തു കഴിഞ്ഞാൽ 2 ഭാഗം 5 എന്നും കിട്ടും. അതായത് 1ഉം 4ഉം ശരിയാണ് എന്നത്. ഇനി ആ ഓപ്ഷൻ ഉള്ളത് നോക്കാം. ഓപ്ഷൻ ബി 1, 4 എന്നിവ ശരിയാണ്. ഈ പാട്ട് ചുവടെയുള്ള രൂപം തന്നിരിക്കുന്ന അളവിൽ വരയ്ക്കുക. എങ്ങനെ വരയ്ക്കും? ആദ്യം നമ്മൾ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. ആ വരയുടെ ഇടത് സൈഡിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി അളന്ന് ആ 90 ഡിഗ്രി 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി വരയ്ക്കുക. അതിനുശേഷം 6 സെൻറ്റിമീറ്ററിൻ്റെ വലത് സൈഡിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 60 ഡിഗ്രി അളക്കുക. ആ അളന്ന വരയിൽ 4.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇപ്പോൾ കിട്ടിയ രണ്ട് പോയിൻറ്റുകളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ തന്നിരിക്കുന്ന ചിത്രമാവും. രണ്ടാമത്തെ ചോദ്യം എ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 48 ഘന സെൻറ്റിമീറ്റർ വ്യാപ്തമുള്ള ചതുരക്കട്ടയുടെ വശങ്ങളുള്ള അളവുകൾ ഏതാണ്? 4 ഓപ്ഷൻസ് ആണുള്ളത്. ഓപ്ഷൻ എ 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി 6 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ സി 6 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ഡി 4 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. നമുക്കറിയാം വ്യാപ്തം എന്ന് പറയുന്നത് നീളം ഗുണം വീതി ഗുണം ഉയരം ആണ്. അപ്പോൾ ഈ 3 വശങ്ങളും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 48 ലഭിക്കണം. ആ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 6, 4, 2. 6 ഗുണം 4 24, 24 ഗുണം 2 48. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി. ബി പാർട്ട് ചതുരപ്പെട്ടിയുടെ ആകൃതിയിലുള്ള ഒരു അക്വേറിയത്തിൻ്റെ അകത്തെ നീളം 50 സെൻറ്റിമീറ്റർ, വീതി 40 സെൻറ്റിമീറ്റർ, ഉയരം 25 സെൻറ്റിമീറ്റർ ആണ്. അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? നമുക്കറിയാം അക്വേറിയത്തിൻ്റെ ഉള്ളളവ് എന്ന് പറയുന്നത് നീളം ഗുണം വീതി ഗുണം ഉയരമാണ്. ഇവിടെ നീളം തന്നിരിക്കുന്നത് 50, വീതി തന്നിരിക്കുന്നത് 40, ഉയരം നൽകിയിരിക്കുന്നത് 25. നീളവും വീതിയും ഉയരവും കൂടെ ഗുണിക്കുന്നു. 50 40 കൂടെ ഗുണിച്ചാൽ 2000. 2000 ഗുണം 25 എന്ന് പറയുന്നത് 50,000 ഘന സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 1000 ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 ലിറ്ററിനായതിനാൽ 50,000 ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 50 ലിറ്റർ. അപ്പോൾ അക്വേറിയത്തിൻ്റെ ഉള്ളളവ് അല്ലെങ്കിൽ അക്വേറിയത്തിൽ കൊള്ളുന്ന വെള്ളം 50 ലിറ്റർ. സി പാർട്ട് അക്വേറിയത്തിൽ 20 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം നിറയ്ക്കാൻ എത്ര ലിറ്റർ വെള്ളം വേണം? ഇവിടെയും മുമ്പേ ചെയ്തപ്പോൾ നമ്മൾ ചെയ്യുന്നു. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നീളം ഗുണം വീതി ഗുണം ഉയരം. അക്വേറിയത്തിൻ്റെ നീളവും വീതിയും വെള്ളം ഉയർന്നു നിൽക്കുന്ന അത്രയും ലെവലുമാണ് നമ്മൾ എടുക്കുന്നത്. നീളവും വീതിയും അക്വേറിയത്തിൻ്റെ നീളവും വീതിയും തന്നെ നമ്മൾ എടുക്കുന്നു. ഉയരം എന്ന് പറയുന്നത് വെള്ളം എത്ര ഉയരത്തിൽ വേണോ അത്രയാണ് എടുക്കുന്നത്. അതായത് നീളം 50ഉം വീതി 40, ഉയരം 20. ഈ 3 സംഖ്യകൾ നമ്മൾ ഗുണിക്കുന്നു. 50 40 ഗുണിക്കുമ്പോൾ 2000. വീണ്ടും 20 കൊണ്ട് ഗുണിക്കുമ്പോൾ 40,000 ഘന സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. 1000 ഘന സെൻറ്റിമീറ്റർ 1 ലിറ്റർ ആയതിനാൽ ഇവിടെ നമുക്ക് 40 ലിറ്റർ എന്ന് ഉത്തരം ലഭിക്കും. മൂന്നാമത്തെ ചോദ്യത്തിന് എയും ബിയും നൽകിയിരിക്കുന്നു. അതിലേതെങ്കിലും ഒന്ന് മാത്രം ചെയ്താൽ മതിയായിരിക്കും. 3ൻ്റെ എ പാർട്ട് എ. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും നോക്കൂ. പ്രസ്താവന 3/1 15 ഭിന്നമാണ് 15/5. കാരണം 3/1 1നെയും 3നെയും 5 കൊണ്ട് ഗുണിച്ചാൽ 15/5 കിട്ടും. പ്രസ്താവനയും കാരണവും ശരിയാണോ എന്നാണ് നമുക്കിനി കണ്ടെത്തേണ്ടത്. പ്രസ്താവന നോക്കുക. 3/1 15 ഭിന്നമാണ് 15/5. അപ്പോൾ ഇവിടെ പ്രസ്താവന ശരിയാണ്. കാരണം
1/3 1-നെയും 3-നെയും 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 15-ൽ 5 കിട്ടും. അപ്പോൾ ഇവിടെ പ്രസ്താവനയും കാരണവും ശരിയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും പ്രസ്താവനയും കാരണവും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബി പാർട്ട് 1/3-ൻ്റെയും 1/5-ൻ്റെയും പല രൂപങ്ങളിൽ ഒരേ ഛേദമുള്ള 2 രൂപങ്ങൾ എഴുതുക. എങ്ങനെ എഴുതാം? 1/3 പല രൂപങ്ങൾ നമുക്ക് എഴുതി കഴിഞ്ഞാൽ 6-ൽ 2, 9-ൽ 3, 12-ൽ 4 എന്നൊക്കെ കിട്ടും. 5/1 വരുമ്പോൾ 10-ൽ 2, 15-ൽ 3 തുടങ്ങിയവയാണ് വരുന്നത്. പക്ഷേ ഇങ്ങനെ എല്ലാം എഴുതി നോക്കുന്നതിന് പകരം നമുക്ക് എളുപ്പമൊരു വഴി നോക്കാം. ഛേദങ്ങളായ 3ഉം 5ഉം തമ്മിൽ ഗുണിക്കുക. അപ്പോൾ നമുക്ക് 15 കിട്ടും. അപ്പോൾ 3/1-നെയും 5/1-നെയും ഗുണിച്ചാൽ നമുക്ക് 15-ൽ 1 എന്ന് കിട്ടും. ഇനി 15-ൽ 1-ൻ്റെ പല രൂപങ്ങൾ എഴുതി നോക്കിയാൽ ഉത്തരമാവും. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 15-ൽ 1, 30-ൽ 2. സി പാർട്ട് 52 കിലോഗ്രാം അരി 8 പാക്കറ്റുകളിൽ ഒരേപോലെ നിറച്ചാൽ ഓരോ പാക്കറ്റിലും എത്ര കിലോഗ്രാം അരി ഉണ്ടാകും? അത് 52 കിലോഗ്രാമിനെ നമുക്ക് 8 പാക്കറ്റുകളായിട്ട് വിഭജിക്കണം. നമുക്ക് ഉത്തരം നോക്കാം. അരിയുടെ അളവ് എന്ന് പറയുന്നത് 52 കിലോഗ്രാം. പാക്കറ്റുകളുടെ എണ്ണം 8. ഓരോ പാക്കറ്റുകളിലുമുള്ള അരിയുടെ അളവ് കണ്ടെത്താനായിട്ട് 52-നെ 8 കൊണ്ട് നമുക്ക് ഹരിക്കണം. അപ്പോൾ 52-നെ 8-ൻ്റെ രൂപത്തിൽ നമ്മൾ എഴുതുവാണ്. 6 × 8 + 4. അതിനുശേഷം 8 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 6 × 8 + 4 = 8 വരും. അപ്പോൾ 6-ൻ്റെ അവിടുത്തെ 8ഉം താഴത്തെ 8ഉം കൂടെ ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് കിട്ടും 6 + 4 = 8. 4 / 8-നെ നമുക്ക് വീണ്ടും ചെറിയ രൂപത്തിലാക്കാം. 6 + 1 / 2. അപ്പോൾ 6 + 1 / 2 എന്ന് പറയുന്നത് 6ഉം 2-ൽ 1ഉം. അപ്പോൾ ഓരോ പാക്കറ്റിലുമുള്ള അരി 6, 2-ൽ 1 കിലോഗ്രാം.